വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വള്ളാക് ചാലഞ്ചിൻ്റെ 18ാമത്തെ ദിവസമാണെന്ന്. ഇപ്പം കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് എനിക്ക് വള്ളാക് ചാലഞ്ച് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. ഫുള്ള് പാർട്ട് ടൈം ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായി. അതിനോണ്ട് എനിക്ക് രാവിലെയും കാര്യങ്ങളും ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനോണ്ടാണ് ഇപ്പം 18ാം ദിവസമായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്നൊരു 22 ആവേണ്ടിയാണ്, പക്ഷേ 18 ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ വിടുക. പിന്നെ സ്ട്രൈക്കും കാര്യങ്ങളും കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളും പറയാനൊക്കെ ഉണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സമയം ഇപ്പോൾ കറക്റ്റ് വരാണെങ്കിൽ 11:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ള കുന്നംകുളം സോണിലാണ്. പക്ഷേ ഈ മൗറ സോണിൽ പോയാൽ എന്തെങ്കിലും ഓർഡറും കാര്യം കിട്ടുള്ളൂ. അപ്പം എല്ലാം മൗറ സോണിലേക്ക് പോകണം, നോക്കണം എന്താ അവസ്ഥ എന്ന്. ഇന്നിപ്പോൾ എന്തായാലും പൊതുവെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ സ്ട്രൈക്കും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്ട്രൈക്കിൻ്റെ അപ്ഡേഷൻ ഞാൻ പറഞ്ഞാൽ പോകുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ലോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരാണ്ട്, അതായത് സ്വിഗ്ഗിയിൽ നിന്ന് എടുക്കുന്ന ലോണിനെ കുറച്ച് കാര്യങ്ങൾ വരാണ്ട് ഒക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം മൗറ സോണിലേക്ക് പോവാം. ഇവിടെ നിന്നാലും നിങ്ങൾക്ക് ഓർഡറും കാര്യം കിട്ടില്ല. അപ്പം ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും ഓർഡർ കുറവായിരിക്കും. അതുതന്നെ വള്ളാക് ചാനലിലേക്ക് എത്തിക്കാനുള്ള ടാർഗറ്റും കാര്യങ്ങളൊന്നും എത്തൂല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ സൈക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈക്കിളൊക്കെ ഫുൾ 2 ബാറ്ററിയും ഫുൾ ചാർജാക്കി വെച്ചു. പിന്നെ ബാഗ് സെറ്റാക്കി, പിന്നെ കഴിക്കാനുള്ള ചെറിയൊരു സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് ഏകദേശം തൊണ്ടയാട് ഭാഗത്തേക്കാണ് പോകണം. പോവാം. എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത് സ്വിഗ്ഗിൻ്റെ സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. അതായത് കോഴിക്കോട് സ്വിഗ്ഗിയിൽ ഇപ്പോൾ 16-ാം തീയതി സ്ട്രൈക്ക് വരികയാണ്. അത് മാക്സിമം എല്ലാവരും വിജയിപ്പിക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ട്രൈക്ക് ഉണ്ടായിട്ടും നിങ്ങൾ യൂണിഫോം ഇടാണ്ടൊന്നും ഇറങ്ങാണ്ട് ഓർഡർ എടുക്കാൻ നിൽക്കരുത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറ്റപ്പരിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ നമ്മൾ സ്വിഗ്ഗി നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചാരപ്പണി കളിക്കാൻ നിൽക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നൈയിൽ ഉള്ള ടൈമിൽ അവിടെ സ്വിഗ്ഗിയിൽ ഓടിയിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ട് തന്നെ, അവിടെ കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അവിടെ സ്ട്രൈക്ക് ഉണ്ട് പറഞ്ഞിട്ടോ, എന്നാലും എന്ത് ചെയ്യും, ചിലവർ യൂണിഫോം ഇടാണ്ട് ഓർഡർ എടുക്കും. അവർക്ക് ഓർഡർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ കേട്ടോ. ഇപ്പോൾ ഓരോടൊക്കെ പറയാനുള്ളത്, അങ്ങനെ കോഴിക്കോട് ഇവിടെ ചെയ്യുന്നവർ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഓർഡർ എടുക്കാൻ അന്നത്തെ ദിവസം മാത്രമേ ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് ഭയങ്കര നഷ്ടമായി. പ്രത്യേകിച്ച് പെട്രോൾ വണ്ടിയിലൊക്കെ ഓടുന്നവർക്ക് പിന്നെയും നഷ്ടമായിരിക്കും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രൈക്കുകൾ വിജയിപ്പിക്കുക. ആരും ഇറങ്ങാൻ നിൽക്കരുത്. സ്ട്രൈക്കിൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കേസ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എനിക്ക് കഞ്ഞിപ്പുരയിൽ നിന്ന് എടുക്കേണ്ടത്. തൊണ്ടയാട് ഏത് കഞ്ഞിപ്പുരയാ പോലും. ഓക്കെ, അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം. 35 രൂപയായിട്ട് ഈ ഓർഡർ മിക്സിന് വീട്ടിൽ കഞ്ഞിപ്പുരയിൽ നിന്ന് പോവാം. അപ്പം എന്താ ഒരു കാലാവസ്ഥയൊക്കെ നോക്കണേ, അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് കാലാവസ്ഥ കേട്ടോ. വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് മഴ പെയ്താൽ മതി. മഴ പെയ്താൽ റെയിൻ ചാർജും കാര്യങ്ങളും കൂടെ കിട്ടുമല്ലോ. മഴ പെയ്യൂല. ഇന്നലൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാന്ന് തോന്നുന്നു അല്ലേ. ഒരു മൂടിക്കെട്ടിൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. മഴ പെയ്താൽ കോളടിച്ച്, മഴ പെയ്താൽ എന്തായാലും ഒരു 1000-ന് മുകളിൽ പോകും. നോക്കാം എന്തായാലും. അതേപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ ആണല്ലോ ആണ്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് അടുത്തൊരു കാര്യം പറയാനുള്ള, സ്വിഗ്ഗിൻ്റെ ഒരു ലോണും കാര്യങ്ങളൊക്കെ വരും. ഇടയ്ക്കിടയ്ക്ക് ആപ്പിൽ വരും ഏത് സ്വിഗ്ഗി ലോണും പറഞ്ഞിട്ട്, അതേപോലെ ഓൺലൈൻ ലോണെന്ന് പറഞ്ഞിട്ട്. സ്വിഗ്ഗിൻ്റെ മാത്രമല്ല ഓൺലൈൻ ലോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ലോൺ എടുത്ത ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞത് ആഴ്ചയിലാണ് ഇവർക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. ആഴ്ചയിൽ എത്ര പേർക്ക് 0.8 അങ്ങനെ എന്തോ വരും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസം എത്രയായി, ഒരു 3% ഒരു മാസം കേട്ടോ. അത് ഒരു 3%, 4% അടുത്തായി. 4% അടുത്തായി. എന്തായാലും 3.something വരും ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നിങ്ങൾ അതെടുത്ത് നല്ല രീതിയിൽ തന്നെ പലിശ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ആ കയ്യിൽ നിന്ന് പൈസ പോകട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്നും ലോൺ എടുക്കാണ്ടിരിക്കുക. സീനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റാണ്. ഒരു മാസം 4 പറയുമ്പോൾ എന്തായി, ഒരു കൊല്ലത്തേക്ക് എത്ര 40%. ഒരു കൊല്ലത്തേക്ക് മാത്രം ഇൻട്രസ്റ്റ് മാത്രമാണ് 40% കേട്ടോ. അപ്പം നിങ്ങൾ മാക്സിമം അഥവാ ഇത് ലോൺ എടുക്കുകയാണെങ്കിൽ തന്നെ ഓഫ്ലൈൻ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓൺലൈൻ ആപ്പ് വഴി ഇങ്ങനെ എടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ കഴുത്ത് അറക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതി ആയിക്കിട്ടോ. കഞ്ഞിപ്പുരയിൽ അടച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കഞ്ഞിപ്പുര. പുര കേട്ടോ. പുരയല്ല പുര. ഓക്കെ, അപ്പം സാധനം എടുക്കാം. ഫുഡ് റെഡി പറഞ്ഞ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എടുക്കാൻ വേണ്ടി പോവാം. 59-38 ഇരിങ്ങല്ലൂർ. ഓക്കെ, അപ്പോൾ അത് എവിടേക്കാണ് പോകേണ്ടത്? പിലാസ്റ്റർ. ഏത് പിലാസ്റ്ററാ? ലാൻഡ്മാർക്ക് പിലാസ്റ്ററാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് ഏകദേശം 3.9 കിലോമീറ്റർ പോകാണ്ട്. ലാൻഡ്മാർക്കാണെന്ന് തോന്നുന്നത്. ലാൻഡ്മാർക്ക് തന്നെ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോവാം. കൊടുക്കാൻ വേണ്ടി പോവാം. കേസ് അങ്ങനെ എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ ബൈപ്പാസ് ഇങ്ങനെ വെച്ച് പിടിച്ചാൽ മതി. നേരെ പോയാൽ ലാൻഡ്മാർക്കിനടുത്തു.
ഇപ്പം പോരുന്ന ഏകദേശം 3.9 കിലോമീറ്റർ എനിക്ക് പോകാനുള്ളൂ കേട്ടോ. പോവാം. ഇപ്പോൾ സൈക്കിളിലെ ചാർജൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ ചാർജ് ഉണ്ട്. സൈക്കിൾ ഇപ്പോൾ ഏകദേശം 3070 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ. 3070 കിലോമീറ്റർ സൈക്കിൾ പോടി എത്ര ദിവസം കൊണ്ട്. ഇന്നിപ്പോൾ 18-ാം ദിവസമല്ലേ. അതിനിടയ്ക്ക് ഞാൻ പാർട്ട് ടൈം ഓടുന്നുണ്ട്, വേറെ കാര്യം. എല്ലാം കൂടെ നോക്കുമ്പോൾ 3070 കിലോമീറ്റർ പോടിയിട്ടുണ്ട് സൈക്കിള്. അപ്പോൾ ഇതിലെനിക്ക് ആകെ മൊത്തം ചിലവായതെന്ന് പറയുകയാണെങ്കിൽ ആകെ എനിക്ക് ഒരു 800 രൂപ ചിലവ്. 2 പ്രാവശ്യം ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 800 രൂപ ചിലവായിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ പെട്രോൾ ചിലവും കാര്യമില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടും എനിക്ക് ലാഭമാണിത്. അപ്പോൾ അതേപോലെ തന്നെ കോഴിക്കോട് സ്വിഗ്ഗീൻ്റെ സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരം സ്ട്രൈക്ക് വരുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം നാളെ 16-ാം തീയതി. കോഴിക്കോടിൻ്റെ ആ സെയിം ഡേറ്റ് തന്നെയാണ് തിരുവനന്തപുരം വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ മാക്സിമം ഇറങ്ങാണ്ട് തന്നെ നിൽക്കുക. സ്ട്രൈക്ക് വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. പൈസ കൂടി കിട്ടുന്നതല്ലേ. അല്ലാണ്ട് മറ്റേ ചെന്നൈയിൽ ഓരോരുത്തർ ചെയ്ത പോലെ യൂണിഫോം ഇടാണ്ട് ഇറങ്ങിയിട്ടൊന്നും ഓർഡർ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അതൊക്കെ ചെറ്റപ്പരിപാടിയാണ്, സത്യം പറഞ്ഞാൽ നല്ല രീതി ചെറ്റപ്പരിപാടിയാണ്. ഈ പിന്നീന്ന് കുത്തന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലായി പോകും എന്തായാലും. ഓ അയ്യോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്ലാസ് എടുക്കാൻ പറയാൻ വിട്ടു കേട്ടോ. ഗ്ലാസ് എടുക്കാൻ വിട്ടായി. എൻ്റെ കണ്ണിലൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി പോകുന്നുണ്ട്. ഓ സീന്. എന്തായാലും ഇവിടെ എന്തൊക്കെയോ റോഡ് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സെറ്റാവും. ഒരു 2 കൊല്ലം കൂടെ അടിപൊളി സെറ്റാവും. പോവാം. പിന്നെ അതേപോലെ തന്നെ ലോണിൻ്റെ കാര്യം പറഞ്ഞത്, ലോണ് ഭയങ്കര ഇതായിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ നോക്കിയ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റാണ് വരുന്നത് പുള്ളിക്കാരെ നോക്കിയപ്പോൾ. കാരണം ആഴ്ചയിൽ 0.8 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അവസ്ഥ. പക്ഷേ പൈസ പെട്ടെന്ന് കിട്ടും. പക്ഷേ ഞാൻ പറയുന്നത് ലോൺ എടുക്കാത്ത തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് സ്വിഗ്ഗി എന്നൊക്കെ ലോൺ എടുക്കാത്ത, സ്വിഗ്ഗി എന്നല്ല ഈ ഓൺലൈൻ ആപ്പിൽ നിന്നൊന്നും ലോൺ എടുക്കാത്ത നല്ലത്. ലോൺ എടുത്ത് കുടുങ്ങിയ കുറേ പേരൊക്കെ ന്യൂസ് കാണുന്നില്ലേ, ഓരോ ഓൺലൈനും കാണുന്നില്ലേ. വെറുതെ എന്തിനാ നമ്മളതിന് പോയി ചാടുന്നത്. ഓഫ്ലൈൻ ലോണും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കുക. അല്ലാണ്ട് സ്വിഗ്ഗിയിൽ നിന്ന് ലോൺ എടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. സീനാണത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാം. നല്ല കാലാവസ്ഥ കേട്ടോ, എന്തുകൊണ്ടും നല്ല കാലാവസ്ഥയാണ്. ഈ ഒരു കാലാവസ്ഥയൊക്കെ ഒരു 2 മണി വരെ കിട്ടിയാൽ സെറ്റായാനേ. അടിപൊളി അവൈനത് 2 മണി വരെയൊക്കെ ഈ ഒരു കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒന്ന് ക്ലാസ് ഇറങ്ങാൻ പറ്റും, വല്ലാത്തൊരു അടിയായിപ്പോയി. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇറങ്ങിയ ടൈമിൽ വെള്ളം എടുക്കാൻ വിട്ടുപോയി. ഇപ്രാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ആദ്യം നോക്കിയ വെള്ളം എടുത്തിട്ടുണ്ടോയെന്നില്ലത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഇല്ലായിട്ട് വല്ലാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി. സീനായിരുന്നു. എൻ്റെ പൊന്നോ, തൊണ്ടൊക്കെ വറ്റിയിട്ട്. എന്നിട്ട് മറ്റേ ഹണി ബോൾ ഗ്രേപ്പ് ഇല്ലേ, അങ്ങനെ സംഭവമില്ലേ ഈ റോഡ് സൈഡിലൊക്കെ വെച്ച് എടുക്കുന്നത്, ഞാൻ അത് കുടിച്ച് അതൊരു 3 പ്രാവശ്യം ഞാൻ കുടിച്ചെന്ന് തോന്നുന്നത്. അമ്മാര് തൊണ്ട വറ്റാന്ന് പറഞ്ഞാലും അറ്റെത്തി പോയി. സീനായി പോയി. ഓ ഓ ഓ. അപ്പോൾ എന്തായാലും പോട്ടാ. എത്ര മൈലേജ് കിട്ടും? 50. പിലാസ്റ്റർ ഇതൊക്കെ സുഖമായിട്ട് കയറും. സാലറി പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണെന്നാ ഒന്ന് പോകണമെങ്കിൽ നമ്മളെ ഫോട്ടോ എടുക്കും, നമ്മളെ ഫുൾ ഡീറ്റെയിൽസ്, എൻ്റെ അമ്പോ നമ്മളെ ജാതകം മൊത്തം എടുത്തിട്ട് ഉള്ളിൽ കടത്തുള്ളൂ. തീരെ എന്താലേ. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ എല്ലാ ഡീറ്റെയിൽസും ജാതകവും കാര്യങ്ങളും എടുത്താൽ ഇവർ ഉള്ളിൽ കയറ്റി വിടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വരിക, ഗസ്റ്റ് വരുമ്പോൾ അവരുടെ ജാതകം വരെ സെക്യൂരിറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്തോ ചെയ്യും നോക്കണേ. എന്തെങ്കിലും പോവുക. അതെ, അതൊരു സേഫ്റ്റി കൊണ്ട് എടുക്കണം. വീട്ടിലെത്തണ്ടേ. അതെ, ഇതാ ബാറ്ററി, ഇത് എക്സ്ട്രാ ബാറ്ററിയാണ്, ഒന്ന് അഡീഷണൽ വാങ്ങിയതാണ്. ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്യേണ്ടിയിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് ആകെ കിട്ടിയത് 36 രൂപയാണ് വന്നിട്ടുള്ളത്. അതാ ആക്സിലേറ്റർ. ഇത് ലോങ് പ്രസ് ചെയ്താലും ഓഫാവും. ഇത് മോഡുണ്ട്, 5 മോഡുണ്ട് കയറ്റത്തിനനുസരിച്ചിട്ട്. ഓ എങ്ങനെ? അല്ലല്ല, അത് ഇത് ഇപ്പോൾ ചാർജ് ചെയ്താലും ഗിയർ മാറ്റി ഓടിക്കുക, ചവിട്ടി പോവാ. ആ മതി, ഇത് എക്സ്ട്രാ വാങ്ങിയതാണ്. ബാറ്ററിക്കാ വില, ബാറ്ററിക്ക് തന്നെ 18 ഉണ്ട്.
അല്ല അതിന് കീ ഉണ്ട്. ഓർഡർ 67 രൂപേൻ്റെ ഓർഡർ മലാപ്പറമ്പ് ഭാഗത്തേക്ക് തന്നെ. ഹൈലൈറ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകാനുള്ളത്. കാണുന്നുണ്ടാവുമല്ലോ മലാപ്പറമ്പല്ല, ലോ കോളേജ് ജോട്ടസിൻ്റെ ഭാഗത്തേക്ക് പോവാം. കേസ് അപ്പോൾ ഇവിടെ ഫർസയിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ഇപ്പം ആയിട്ടുള്ളൂ കേട്ടോ. 30:17 ഓർഡർ ചെയ്തിരുന്നത്. ഫർസയിൽ അങ്ങനെ താഴെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ ബാഗും കാര്യങ്ങളും താഴെ കേട്ടോ വെച്ചത്. എൻ്റെ സൈക്കിളിനവിടെ വെച്ചത്. ഞാൻ വിചാരിച്ച് ബാഗിൻ്റെ ഫോട്ടോ അല്പം ചോദിച്ചാൽ ലോക്ക് ആവുമല്ലോ എന്ന്. വയസ്സിനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, സെൽഫിയും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, ബാഗിൻ്റെ ഫോട്ടോ ഒന്നും ചോദിച്ചിട്ടോ. അതിനോട് കഴിച്ചില്ലായി. ഇപ്പോൾ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, എടുക്കാൻ വേണ്ടി പോവാം. ഫുഡ് എടുക്കാൻ വേണ്ടി പോവാം. അയ്യോ വയറാട്ടോ സിന്. ചേട്ടാ OTP 30:17. ഓക്കെ, പറഞ്ഞു വന്നത് സൈക്കിളിൽ ഇറങ്ങിയതിന് ശേഷം പതിയെ എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് റെഡി ആവില്ല. അല്ലെങ്കിൽ എനിക്ക് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ആകെ 53 കിലോ എങ്ങാനുള്ളൂ. അപ്പോൾ അതിനി റെഡി ആവില്ല. അപ്പോൾ അതിനോണ്ട് ഞാനിപ്പം ഫുഡ് നല്ല രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ട്, ഡയറ്റും കാര്യം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് വേണം, എനിക്ക് ഒരു ദിവസം എങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. അതായത് ഈ ബോട്ടിൽ ഞാൻ 5 പ്രാവശ്യം കുടിക്കേണ്ടി വരും. അതിനുവേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു കുപ്പി വെള്ളം തീർത്തു. ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ഇപ്പോൾ പകുതിയായി. കാരണം വെയിറ്റ് നോക്കിയ സമയത്ത് ഇപ്പോൾ കുറഞ്ഞ് വരിക. സീനാണ് മക്കളെ. സൈക്കിളിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു നമ്മൾ സൈക്കിളിൽ ഇറങ്ങുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടൊന്നും കൂടെ ഉണ്ടല്ലോ. വലിയ എഫേർട്ട് എടുത്ത് ചവിട്ടുന്നില്ലെങ്കിലും ചെറിയ രീതിയിലും ചവിട്ടുന്നുണ്ട് നമ്മൾ. അതിനുകൊണ്ട് വെയിറ്റ് കുറയുന്നുണ്ട്. ആർക്കും വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുക്കുക, സ്വിഗ്ഗിയിൽ ഇറങ്ങുക. അപ്പോൾ പൈസയും കിട്ടും. അപ്പം നമുക്ക് പൈസയും കിട്ടും, വെയിറ്റും കുറയും. ഒരു പടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയില്ലേ, ആ സ്കീം ആയിക്കും കേട്ടോ. അത് എന്തായാലും ഓർഡർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വൺ ലാക്ക് ചാലഞ്ച് 18ാമത്തെ ദിവസമായിരുന്നു. 18ാം ദിവസം ആകെ മൊത്തം വന്നിട്ടുള്ള ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ 864 രൂപ ആകെ മൊത്തം വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ രാവിലത്തെ ഒരു ഓർഡറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഒരു നല്ല ഏണിങ്സ് ഉണ്ടാവും, ഒരു 1100-1200 ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഭയങ്കര പറ്റാശോക്കോ. പിന്നെ ഇതിനിടയ്ക്ക് ഒരു എമൗണ്ട് വരാൻ കാരണം മെയിൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 200 റുപ്യേൻ്റെ ഓർഡർ കിട്ടും. അല്ലെങ്കിൽ ഇതും കിട്ടും. എനിക്കൊരു 700 റുപ്യ ഉണ്ടാവുള്ളൂ. ഒറ്റ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് 200 റുപ്യേൻ്റെ അടുത്ത് കിട്ടി. സ്ക്രീൻഷോട്ട് എസ് ഒന്നും കേട്ടോ. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ ടോട്ടൽ ഏണിങ്സ് നോക്കിയ സമയത്ത് ഇപ്പം 19,879 രൂപ ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് കുറേ വെല്ലുവിളിച്ചിന്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കേട്ടോ. കാരണം എന്താ ഞാൻ ഭയങ്കര പറ്റിക്കുന്നു, ഇതാക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തൊക്കെയോ വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലാവും, വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വിടാം. ബൈ.